നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുബേര ഭഗവാന്റെ ചിത്രമോ പ്രതിമയോ നമ്മുടെ ഗ്രഹത്തിൽ സ്ഥാപിച്ചാല് ഗ്രഹം മുടിഞ്ഞു പോകുമോ, ഗ്രഹം നശിച്ചു പോകുമോ, അത് ഏതെങ്കിലും വിധത്തില് നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നമോ വരുത്തി വെക്കുമോ? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ മാത്രം നിങ്ങൾ കാണുക എന്നതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു കുബേരൻ കുഞ്ചി അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ ഈ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ അത് നമുക്ക് ദോഷമായിട്ട് മാറുമോ, അല്ലെങ്കിൽ ഗ്രഹത്തിലുള്ള സമ്പത്ത് ചോർന്നലിച്ചു പോകാൻ കാരണമാകുമോ, വീട്ടിലുള്ളവർക്ക് എന്നും രോഗവും ദുരിതവും കഷ്ടപ്പാടുമായിരിക്കുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവും വിശകലനവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം. വീണ്ടും ഞാൻ അത് എടുത്തു പറയുകയാണ്. എന്നാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ അടിസ്ഥാനപരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഈ ഒരു വീഡിയോയുടെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുന്നതിന് ആ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ലാഫിംഗ് ബുദ്ധ, കുബേരൻ, കുബേർ കുഞ്ചി, ഇത് മൂന്നും ഒന്നാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് മൂന്നും ഒന്നാണ് എന്നുള്ളതാണ്. എന്നാൽ ഇവ മൂന്നും യഥാർത്ഥത്തിൽ മൂന്ന് വ്യത്യസ്ത വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പേരുകളാണ്, അല്ലെങ്കിൽ രൂപഭാവങ്ങളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ലാഫിംഗ് ബുദ്ധ. ചൈനീസ് വാസ്തുശാസ്ത്രം അനുസരിച്ച് ചിരിക്കുന്ന ഒരു ബുദ്ധ സന്യാസിയുടെ ആ പ്രതിമയെയാണ് നമ്മൾ ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത്. സന്തോഷം, ഭാഗ്യം, സമൃദ്ധി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ഈ ലാഫിംഗ് ബുദ്ധയെ കണക്കാക്കുന്നത്. ചൈനയിലാണ് ഇതിനെ പ്രധാനമായിട്ടും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെൻഷുയി അനുസരിച്ച് ലാഫിംഗ് ബുദ്ധയുടെ ചിത്രം ഗ്രഹത്തിൽ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ എങ്കിൽ പോലും സ്ഥാപിക്കുന്നത്, ഗ്രഹ ഐശ്വര്യവും മുന്നേറ്റവും സാധ്യമാകും എന്നതാണ് വിശ്വാസം. വലിയ വയറും ചിരിക്കുന്ന മുഖവുമാണ് ഈ ഒരു ലാഫിംഗ് ബുദ്ധയ്ക്കുള്ളത്. ഇനി രണ്ടാമതായിട്ട് കുബേരൻ ആരാണ് എന്നുള്ളതാണ്. കുബേരൻ എന്നത് ഭാരതീയ ഹൈന്ദവ ദർശനം അനുസരിച്ച് ധനം, സമ്പത്ത് എന്നിവയുടെ അധിപതിയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. യക്ഷന്മാരുടെ രാജാവായിട്ടാണ് കുബേരനെ ഹിന്ദുമതത്തിൽ പറയപ്പെടുന്നത്. രാജാവായതുകൊണ്ട് തന്നെ ലോക പരിപാലകരിൽ ഒരാളായിട്ടാണ് കുബേരനെ കണക്കാക്കുന്നത്. പൊതുവെ തടിച്ച ശരീരത്തോടും ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചതുമായിട്ടുള്ള രൂപത്തിലാണ് കുബേര ഭഗവാനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കീരിയാണ് കുബേര ഭഗവാന്റെ വാഹനം. സാമ്പത്തികമായ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യത്തിനും ഗ്രഹത്തില് സന്തോഷവും ശാന്തിയും സമാധാനവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും കടത്തിൽ നിന്ന് മോചനം നേടുന്നതിനും ദീർഘമായ സമ്പത്ത് നമ്മിൽ തങ്ങി നിൽക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് കുബേര ഭഗവാനെ ആരാധിക്കുന്നത്. അത്തരം ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുബേര ഭഗവാനെ വീടുകളിൽ വെച്ച് പൂജിക്കുന്നത്, അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ കുബേരനും ഈ ലാഫിംഗ് ബുദ്ധയും രണ്ടും ഒന്നല്ല, ഇത് രണ്ടും വേറിട്ട രണ്ട് പേരാണ്. ഇനി കുബേരൻ കുഞ്ചി എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കുബേരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവ്യ വസ്തുവാണ്. കുഞ്ചി എന്ന വാക്കിന്റെ അർത്ഥം താക്കോൽ എന്നുള്ളതാണ്. കുബേരനാകട്ടെ സർവ്വസമ്പത്തിന്റെയും നിധിയുടെയും സൂക്ഷിപ്പുകാരനാണ്. അതുകൊണ്ട് തന്നെ കുബേരന്റെ ആ ഒരു ധനപ്പെട്ടിയുടെ താക്കോലായിട്ടാണ് കുബേരൻ കുഞ്ചിയെ കരുതി പോരുന്നത്. ഈ കുബേർ കുഞ്ചി നമ്മുടെ കൈവശം വയ്ക്കുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും
കുബേര ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് കൈവന്നു ചേരുകയും അത് പല വിധത്തില് ഐശ്വര്യമായിട്ട് നമ്മുടെ ജീവിതത്തില് മാറുകയും ചെയ്യും. സ്വർണം, വെള്ളി, ചെമ്പ്, മറ്റ് ലോഹ വസ്തുക്കളിലൊക്കെ തന്നെ ഈ കുബേർ കുഞ്ചി നിർമ്മിക്കാറുമുണ്ട്. കുബേര ഭഗവാന്റെ രൂപമോ മഹാലക്ഷ്മിയുടെ രൂപമോ മറ്റ് മഹത് മന്ത്രങ്ങളോ ഒക്കെ തന്നെ ഈ കുബേർ കുഞ്ചിയിൽ പലപ്പോഴും ആലേഖനം ചെയ്തത് അതിന്റെ ഒരു ശക്തി ചൈതന്യത്തെ വർദ്ധിപ്പിക്കാറുമുണ്ട്. പൂജാമുറിയില്, പണം സൂക്ഷിക്കുന്ന ഇടങ്ങളില്, ബിസിനസ് സ്ഥാപനങ്ങളില്, പണം സൂക്ഷിക്കുന്ന മേശകളില് ഒക്കെ തന്നെ നമുക്ക് ഈ കുബേർ കുഞ്ചി സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും. പണം വർദ്ധിക്കുന്നതിനും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും ഈ കുബേർ കുഞ്ചി സൂക്ഷിക്കുന്നത് കാരണമാകും. സാമ്പത്തിക ബുദ്ധിമുട്ട് അകന്നു പോവുകയും പണവരവ് അധികരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെയും കുബേർ കുഞ്ചി നമ്മൾ സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളാണ്. ശരിക്കും ഈ 3 പേരുകളും 3 വ്യത്യസ്ത അനുഭവങ്ങളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. അല്ലെങ്കിൽ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ്, രൂപങ്ങളാണ്, ചൈതന്യങ്ങളാണ് ഈ ലാഫിംഗ് ബുദ്ധയും അതുപോലെ തന്നെ കുബേരൻ എന്ന് പറയുന്നതും കുബേർ കുഞ്ചി എന്ന് പറയുന്നതും. പിന്നെ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഇവ 3ഉം നമ്മുടെ ഗ്രഹത്തിൽ സ്ഥാപിക്കാമോ, വയ്ക്കാമോ? വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തകരാറുകളോ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇവ 3ഉം നമ്മുടെ ഗ്രഹത്തിൽ സ്ഥാപിക്കാവുന്നതാണ്. വിശ്വാസമനുസരിച്ച് ഇത് നമ്മളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുകയും ധനത്തെ ആകർഷിക്കുകയും ചെയ്യും. ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയി അനുസരിച്ച് ഭാഗ്യവും സമ്പത്തും സന്തോഷവും സമാധാനവും ഗ്രഹ ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലാഫിംഗ് ബുദ്ധയെ നമുക്ക് നമ്മുടെ ഗ്രഹത്തിൽ സ്ഥാപിക്കാവുന്നതാണ്. ഈ ലാഫിംഗ് ബുദ്ധയെ സ്ഥാപിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ഐശ്വര്യം നമുക്ക് കൂടുതലായിട്ട് കൈവന്നു ചേരുകയുള്ളൂ. ഒന്നാമതായിട്ട് ലാഫിംഗ് ബുദ്ധയെ അല്ലെങ്കിൽ ചിരിക്കുന്ന ഈ ഒരു ബുദ്ധ പ്രതിമയെ നമ്മൾ ബഹുമാനത്തോടു കൂടി അല്പം ഉയരത്തിൽ വയ്ക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അതിനെ തറയിലൊന്നും കൊണ്ടുപോയിട്ട് വയ്ക്കരുത്. ഒരു ബഹുമാനം നമ്മൾ അതിന് എപ്പോഴും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് അതിനെ ഒരു അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക. അപ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ഒരു ശരിയായ ശക്തി നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത്. തറയിൽ നിന്നാലും ശക്തി ഉണ്ടാകും, പക്ഷെ അതൊരു അനാദരവാണ്. അതിനെ നമ്മൾ ആദരിക്കുക. ആദരിക്കുമ്പോഴാണ് അതിൽ നിന്നും നമുക്ക് കൂടുതലായിട്ട് ശക്തിയും ഗുണവും ലഭിക്കുന്നത്. നിലത്ത് അല്ലെങ്കിൽ അടച്ചിട്ട ഷെൽഫുകളിൽ ലാഫിംഗ് ബുദ്ധയെ വയ്ക്കാൻ പാടില്ല. ഇത് പറയുന്ന സമയത്ത് പലരും ചോദിക്കും, ഇനി അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത്. ദോഷമൊന്നുമില്ല. പക്ഷെ ലാഫിംഗ് ബുദ്ധയെ വെക്കുന്നത് കൊണ്ടുള്ള ഗുണം, അതായത് സാമ്പത്തിക വർധനവോ പുരോഗതിയോ നമുക്ക് ആ ഒരു പ്രതിമ വെച്ചു എന്നുള്ളത് കൊണ്ട് ഉണ്ടാവുകയില്ല എന്നതാണ്. അതിനെ നമ്മൾ അല്പം ഉയർത്തി തുറന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിനെ സൂക്ഷിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ അതിൻ്റെ ശക്തി പരിപൂർണമായിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് ഭവിക്കുകയുള്ളൂ. ഇങ്ങനെ സൂക്ഷിക്കുന്ന ലാഫിംഗ് ബുദ്ധയുടെ പ്രതിമ, അതിൻ്റെ ആ ഒരു ദർശനം പ്രധാന വാതിലിന് നേരെയാണ് എങ്കിൽ അത് പുറത്തുള്ള ഐശ്വര്യത്തെ അകത്തേക്ക് സ്വീകരിക്കും എന്നുള്ളതാണ്. ഈ പ്രതിമ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിയടിച്ചോ വൃത്തിഹീനമായിട്ടോ ഇരിക്കാൻ പാടില്ല എന്നതാണ്. മാറാല കെട്ടിയൊന്നും ഇരിക്കാൻ പാടില്ല. അതൊക്കെ പ്രതിമ വച്ചതുകൊണ്ടുള്ള ഐശ്വര്യം കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നതിൽ തടസ്സം നേരിടുന്ന കാര്യങ്ങളാണ്. കഴിവതും 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇതിനെ ശുദ്ധിയാക്കി പൊടിയൊക്കെ തുടച്ച് നിങ്ങൾ വൃത്തിയാക്കിയിട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ലാഫിംഗ് ബുദ്ധയെ തന്നെ പല രൂപത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ രൂപത്തിനനുസരിച്ച് ഓരോരോ ഗുണങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധയുണ്ട്. ഇത് നമ്മുടെ ഗ്രഹത്തിൽ സ്ഥാപിക്കുമെങ്കിൽ ഗ്രഹ ഐശ്വര്യവും ശാന്തിയും സമാധാനവും വർദ്ധിക്കും. അപ്പോൾ ഗ്രഹത്തിൽ ശാന്തിയും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധയെ ഗ്രഹത്തിൽ വാങ്ങി സ്ഥാപിച്ചാൽ മതിയാകും. കൈകളിൽ സ്വർണ്ണ നാണയങ്ങളോ രത്നങ്ങളോ പിടിച്ചിട്ടുള്ളതായിട്ടുള്ള ലാഫിംഗ് ബുദ്ധയുടെ ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ തന്നെ സ്ഥാപിക്കുന്നത് സമൃദ്ധി നേടിത്തരുന്നതാണ്. അതുപോലെ ഗ്രഹത്തിലെ ആ ഒരു പ്രധാന വാതിലിന് നേരെ മുന്നിലും നമുക്ക് ഇത് വയ്ക്കാവുന്നതാണ്. ഇനി യാത്ര ചെയ്യുന്ന ലാഫിംഗ് ബുദ്ധയുണ്ട്. ഈ ഒരു ലാഫിംഗ് ബുദ്ധയുടെ ആ ഒരു പ്രതിമയുടെ കയ്യിൽ ഒരു വടിയും തോളിൽ ഒരു സഞ്ചിയും ഉണ്ടാകും. ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും പുതിയ പുതിയ അവസരങ്ങൾ കൈവന്നു ചേരുന്നതിനും ഈ പ്രതിമയുടെ ചിത്രം സഹായിക്കും എന്നതാണ്. പ്രധാന വാതിലിന് മുന്നിലോ ഹാളിലോ നമുക്കിത് സ്ഥാപിക്കാവുന്നതാണ്.
ഇനി വലിയ വയറുള്ള ലാഫിംഗ് ബുദ്ധ, ഇത് ഭാഗ്യവും സമൃദ്ധിയും ആകർഷിച്ച് നേടിത്തരുന്ന ഒരു പ്രതിമയാണ്. ഇത് നമുക്ക് നമ്മുടെ ഗ്രഹത്തിന്റെ ഏത് ഭാഗത്തും സ്ഥാപിക്കാമെങ്കിലും ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത് പ്രധാന വാതിലിന് നേരെ മുന്നിൽ അല്ലെങ്കിൽ പ്രധാന വാതിൽ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സ്ഥാപിക്കുന്നതാണ്. അതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത്. ഇനി പ്രാർത്ഥിക്കുന്ന ലാഫിംഗ് ബുദ്ധയുണ്ട്. ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വരീയമായിട്ടുള്ള ചൈതന്യം വർദ്ധിക്കണം, ഈശ്വരന്റെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകണം, പൂജകളും വഴിപാടുകളും ഒക്കെ വിശേഷിപ്പിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് ഉചിതമായിട്ട് ഗ്രഹത്തിൽ സൂക്ഷിക്കുന്ന ഒരു ലാഫിംഗ് ബുദ്ധയാണ് പ്രാർത്ഥിക്കുന്ന ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത്. ആത്മീയ വളർച്ചയും സമാധാനവും ഗ്രഹത്തിൽ ഇതിലൂടെ കൈവരും എന്നുള്ളതാണ്. പൂജാമുറിയിലോ അല്ലെങ്കിൽ ധ്യാനിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ലാഫിംഗ് ബുദ്ധയുടെ ചിത്രം വച്ചു കഴിഞ്ഞാൽ, അതായത് പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹത്തില് ഐശ്വര്യവും ധനവും സമ്പത്തും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ബാത്റൂം, ടോയ്ലറ്റ് ഈ വരുന്ന ഭാഗങ്ങളിൽ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു വിഗ്രഹം വയ്ക്കുവാൻ പാടുള്ളതല്ല. ബെഡ്റൂമിൽ നമുക്ക് ലാഫിംഗ് ബുദ്ധയുടെ ചിത്രം വയ്ക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ കാലുകൾ വരുന്ന ഭാഗത്തേക്ക് ലാഫിംഗ് ബുദ്ധ വരുവാൻ പാടില്ല. അടുക്കളയിലോ ഡൈനിങ് ടേബിളിലോ നമ്മൾ ഇത് വയ്ക്കരുത്. നേരിട്ടുള്ള പ്രകാശം ഇതിലേക്ക് അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വെയിലത്തൊന്നും കൊണ്ടുപോയിട്ട് ലാഫിംഗ് ബുദ്ധയെ സ്ഥാപിക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അതും ഒരു ദേവനാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മുകളിൽ, ഇപ്പൊ ഫ്രിഡ്ജിന്റെ മുകളിൽ, ടിവിയുടെ മുകളിൽ അങ്ങനെയൊക്കെ പലരും ഇതിനെ വയ്ക്കുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും തന്നെ നിങ്ങളത് വയ്ക്കാതിരിക്കുക എന്നതാണ്. വൃത്തിയോടും ശുദ്ധിയോടും കൂടി വയ്ക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ വയ്ക്കുമ്പോഴാണ് ഇതിൽ നിന്നും കൃത്യമായിട്ടുള്ള ആ ഒരു ഗുണം നമുക്ക് ലഭിക്കുന്നത്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ലാഫിംഗ് ബുദ്ധയെ ഗ്രഹത്തിൽ സ്ഥാപിക്കുന്നത് സർവ്വ ഐശ്വര്യവും മംഗളങ്ങളും ഗ്രഹത്തിൽ പെരുകുന്നതിന് അല്ലെങ്കിൽ വർദ്ധിക്കുന്നതിന് കാരണമാകും. ചൈനീസ് വാസ്തുവായിട്ടുള്ള ഫെങ്ഷുയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ലാഫിംഗ് ബുദ്ധയുടെ ഏതൊരു ചിത്രവും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഗ്രഹത്തിൽ സ്ഥാപിക്കാവുന്നതാണ്. യാതൊരു പ്രശ്നവുമില്ല. ഇനി ഭാരതീയ വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കേണ്ട ഐശ്വര്യവർദ്ധനവിന് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വയ്ക്കേണ്ട വിഗ്രഹം എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ വിഗ്രഹമാണ്. ഹൈന്ദവ ഭവനങ്ങളിൽ ഉറപ്പായും വേണ്ട ഒരു ദേവനാണ് കുബേരൻ. സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യം വയ്ക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ലക്ഷ്മി ചിത്രത്തോടൊപ്പം കുബേര ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. കുബേരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എത്ര ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അത് ക്രമേണ കുറയാൻ തുടങ്ങും. നമുക്ക് ആ ഒരു വരുമാനം അങ്ങനെ വർദ്ധിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. നമ്മുടെ കടങ്ങൾ അങ്ങനെ വേഗത്തിൽ തീരുന്നതിനും പുതിയ കടങ്ങൾ വരാതിരിക്കുന്നതിനും കുബേരൻ സഹായിക്കും എന്നുള്ളതാണ്. സമ്പാദ്യം വർദ്ധിക്കുന്നതിനും നമ്മുടെ ധനം സുരക്ഷിതമായിട്ട് നിലനിർത്തുന്നതിനും കുബേര ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ സാധിക്കും. വീട്ടിലെ ഐശ്വര്യവും സമാധാനവും നാൾക്കുനാൾ നിറയും എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ അവരുടെ ബിസിനസ്സിൽ ലാഭം നാൾക്കുതോറും വളർന്ന് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുബേര ഭഗവാന്റെ വിഗ്രഹം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നു ചേരുകയും നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നതിനും ഗ്രഹത്തില് പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതിനും കാരണമായി തീരുകയും ചെയ്യും. ഇനി ഗ്രഹത്തില് എങ്ങനെയാണ് നമ്മൾ കുബേര വിഗ്രഹത്തെ പരിപാലിക്കേണ്ടത്? അതായത് കുബേര വിഗ്രഹം വെക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുബേര ദിക്ക് എന്ന് വിശേഷണമുള്ള ദിക്ക് വടക്ക് ദിശയാണ്. അതുകൊണ്ട് വടക്ക് ദിശയിലേക്ക് ഫേസ് വരുന്ന രീതിയിൽ, ദർശനം വരുന്ന രീതിയിൽ വടക്ക് ദിശയിലേക്ക് തിരിച്ച് കുബേരന്റെ ചിത്രമോ അതുപോലെ വിഗ്രഹമോ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഐശ്വര്യം പ്രദാനം ചെയ്യും. ഈ വിഗ്രഹം പൊടി പിടിക്കാതെ വൃത്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 3 ദിവസത്തില് ഒരിക്കലെങ്കിലും ഈ ഒരു പ്രതിമയെ നമ്മൾ വൃത്തിയാക്കി വയ്ക്കേണ്ടതാണ്. പൊടി തുടച്ചോ ജലം ഉപയോഗിച്ച് കഴുകിയോ നമുക്കിതിനെ ശുദ്ധിയോടുകൂടി നിലനിർത്താം. കുബേര ഭഗവാന്റെ ചിത്രത്തിനു മുന്നിൽ നിങ്ങൾക്ക് ദിനവും വിളക്ക് തെളിയിക്കുകയോ ഇനിയിപ്പോൾ നിങ്ങൾ ഹോളിലൊക്കെയാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ ദിവസേന അതിൽ പുഷ്പങ്ങൾ അർപ്പിക്കുകയോ ഒരു തിരി കൊളുത്തി വയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ ബാത്റൂമിന്റെ വശം അതുപോലെ തന്നെ സ്റ്റെയർ കേസിന് അടിയിൽ ഇവിടെയൊന്നും തന്നെ കുബേരദേവന്റെ ചിത്രമോ വിഗ്രഹമോ സ്ഥാപിക്കുവാൻ പാടില്ല.
അങ്ങനെ സ്ഥാപിക്കുന്നത് അനാദരവായിട്ടാണ് കരുതിപ്പോരുന്നത്. വേണ്ടത്ര ഗുണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ തെക്ക് കിഴക്കേ മൂല എന്ന് അറിയപ്പെടുന്ന അഗ്നിമൂലയിലോ തെക്ക് പടിഞ്ഞാറേ മൂലയായിട്ടുള്ള കന്നിമൂലയിലോ കുബേരന്റെ വിഗ്രഹമോ ചിത്രമോ തിരിച്ചു വയ്ക്കാനായിട്ട് പാടില്ല. ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ ആ കുബേരന്റെ പ്രതിമയിൽ നിന്നുള്ള ശക്തിയും ചൈതന്യവും വർദ്ധിക്കുകയും നമ്മുടെ ഐശ്വര്യവും ധനവും പെരുകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ലാഫിംഗ് ബുദ്ധ ആയിരുന്നാലും കുബേരന്റെ പ്രതിമയായിരുന്നാലും കുബേർ കുഞ്ചി ആയിരുന്നാലും നമ്മുടെ ഗ്രഹത്തിൽ സ്ഥാപിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല, തെറ്റുമില്ല. ശരിയായ രീതിയിൽ അവയെ പരിപാലിക്കുകയും കൃത്യമായിട്ടുള്ള ഉചിതമായ സ്ഥാനങ്ങളിൽ ഇവയെ വച്ച് പെരുമാറുകയും ചെയ്താൽ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ഗൃഹം തേടിയെത്തും. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ യുക്തിചിന്ത കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്തരത്തില് കുബേർ കുഞ്ചി ആയിരുന്നാലും കുബേരന്റെ ചിത്രമായിരുന്നാലും മഹാലക്ഷ്മിയുടെ ചിത്രമായിരുന്നാലും മറ്റ് ദേവീദേവന്മാരുടെ ചിത്രമായിരുന്നാലും എന്തിനേറെ പറയുന്നു, ഗ്രഹത്തില് നിലവിളക്ക് പോലും തെളിയിക്കാൻ പാടില്ല എന്ന് ചിലര് പറയുന്നുണ്ട്. മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ല. അതിൽ തന്നെയും പറയുന്നുണ്ട് നിങ്ങൾ മന്ത്രങ്ങൾ ജപിച്ചോളൂ, ഓം ചേർത്ത് ജപിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതിന് പിന്നില് ചില ഗൂഢമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു വ്യക്തിക്കും ജീവിതത്തിലെ പുരോഗതി അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ പാടില്ല. ഒരു വ്യക്തിയുടെ ശുഭാപ്തി വിശ്വാസമോ ധൈര്യമോ ഇക്കാര്യം ചെയ്തതുകൊണ്ട് വർദ്ധിക്കാൻ പാടില്ല. അവർ ഗതി പിടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ സ്വാർത്ഥതയാണ് ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കാരണമാകുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക എന്നതാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ച ഒരു കാര്യമായിരുന്നു ഇത്. പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ഈ വിഗ്രഹങ്ങൾ ഒഴിവാക്കിയതായിട്ട് പോലും കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമ്പാദ്യം കൊണ്ടുതരുന്ന, ധനവരവ് ഉണ്ടാക്കി തരുന്ന, കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുതരുന്ന പ്രതിമകളാണ് ഇത്, അല്ലെങ്കിൽ വിഗ്രഹങ്ങളാണിത്. പക്ഷെ അവയെ ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.